നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ഇന്നത്തെ റീഡിങ് ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ആലോചിച്ചത്. ഓക്കെ, ആദ്യം ഞാൻ 2 പൈൽ വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പൈൽ ചൂസ് ചെയ്യാം. ബിക്കോസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് മെസ്സേജസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പൈൽ ഇത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, എൻ്റെ കയ്യിലുള്ളത് കിട്ടിയതെടുത്തതാണ് ഞാൻ. ഓക്കെ, സോ ലിപ്സ്റ്റിക് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് പൈൽ ഇവിടെ ഈ മാല. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പൈൽ 1, പൈൽ 2. ഓക്കെ, ലിപ്സ്റ്റിക്കോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മാലയോടാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അല്ലെങ്കിൽ പൈൽ 1, 2 എന്നുള്ള നമ്പർ വെച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ പറയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ആരാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ട് എന്തെങ്കിലും പറയാൻ, നിങ്ങളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് അവരെന്താ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നും. അതിപ്പോൾ ആരും ആവാം. സോ ഇന്ന് ഞാൻ നോക്കുന്നത് റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, ചിലപ്പോൾ യെസ് ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ പേഴ്സൺ തന്നെ ആയിരിക്കാം. ഇല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഈവൻ ആൻസിസ്റ്റേഴ്സ് ആവാം. ചിലപ്പോൾ മരിച്ചുപോയവർ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനത്തെ ആൻസിസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ പൂർവികരാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവരോ അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു എന്നും ആവാം. ഓക്കെ, ഏറ്റവും അധികം നമ്മൾ പിക്ക് ചെയ്യുന്ന എനർജി ഏതാണോ അത് ഞാൻ പറയും. ഓക്കെ, സോ ഇവിടെ ഇത് പൈൽ 1, പൈൽ 2 ചൂസ് ചെയ്തോളൂ. പൈൽ 1 ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് ആരാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആൻഡ് പേഴ്സണിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു ഐഡിയ എടുക്കാം. ഓക്കെ 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 ഇത് നിങ്ങളെ ആക്ച്വലി ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായ ഒരു വ്യക്തിയാണ്, നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തിയാണ്. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അതിപ്പോൾ അഗൈൻ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, ബട്ട് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. സോ അതിപ്പോൾ ഈവൻ ചില സമയത്ത് നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു ഫ്രണ്ട് ആയാൽ പോലും ചിലപ്പോൾ വിട്ടുപോയാൽ നമുക്കൊരു വിഷമമുണ്ടാവും അല്ലേ. സോ ആ രീതിക്കും ആവാം. സോ അങ്ങനെ ഒരു വ്യക്തി, നിങ്ങളെ വേദനിപ്പിച്ചു പോയൊരു വ്യക്തി, നിങ്ങൾക്ക് വളരെയധികം വിഷമം തന്നൊരു വ്യക്തി, പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അവർ. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിയാണ് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മെയിനായിട്ട്. ഓക്കെ, ആൻഡ് അവരൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ്. അതായത് അവർ ആക്ച്വലി ഒരു ഓഫറുമായിട്ട് വരുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. സോറി, ഞാൻ പേഴ്സണിനെ കുറിച്ച് തന്നെ കുറച്ചുകൂടി ക്ലാരിറ്റി. യെസ്, അതെ. ഓക്കെ 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 യെസ്, ഫൈൻ. അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോയ വാക്ക് അവർ വല്ലാതെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ വേദനിപ്പിച്ച് പോയതാണ്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളുമായിട്ട് വഴക്കായി, വാക്ക് തർക്കമായി, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ച് കാണും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല. ഓക്കെ, ഈവൻ ഇത് ആരും ആവാം, ഫ്രണ്ട്സ് ആവാം, കൊളീഗ് ആവാം, ആരും ആവാം, ഈവൻ റിലേഷൻഷിപ്പ് ആവാം. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ആദ്യം നിങ്ങളോട് ക്ലാരിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, എന്താണ് സംഭവിച്ചത് എന്ന് അവർ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അവർ പറഞ്ഞു പോയ വാക്കുകൾ അവരെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അവർക്ക് തന്നെ വളരെയധികം റിഗ്രറ്റ് അവർ അനുഭവിക്കുന്നുണ്ട്, സ്ട്രെസ് അവർ അനുഭവിക്കുന്നുണ്ട്. 9 ഓഫ് സോർഡ്സ് എനർജിയാണ് അവർക്ക്. രാത്രി പോലും അവർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിഗ്രറ്റ് അവരുടെ ഉള്ളിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഒരു ഓഫർ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അതൊരു സോറി എന്ന് പറയാനായിരിക്കും, ബന്ധങ്ങളല്ലെങ്കിൽ. ഓക്കെ, അവർ നിങ്ങളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗിഫ്റ്റുമായിട്ട് വന്ന് നിങ്ങളെ കണ്ട് സംസാരിച്ച് ഒന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിരിക്കാം കുറച്ച് പേർക്ക്. ഓക്കെ, അല്ലാത്തവർക്ക് പേഴ്സൻ്റെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരൊരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഗിഫ്റ്റ് തരാനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് അവർ വരുന്ന രീതിയിലാണ് കാണുന്നത്. വീണ്ടും ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഫുൾ എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു. അവർക്ക് നിങ്ങളെ വേദനിപ്പിച്ചതിന് വല്ലാത്ത ശരിക്കും ഒരു റിഗ്രറ്റ് അനുഭവിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്നത്. അത് അവർ പറഞ്ഞ വാക്കുകൾ ഓക്കെ അവരെ തന്നെ ഇപ്പോൾ ഇതാക്കുന്നുണ്ട്. 8 ഓഫ് വൺസ് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു. യെസ്, പേജ് ഓഫ് സോർട്സ്. വിട്ടുപോയ ആരോ തന്നെയാണ് മുൻപ് നിങ്ങളെ വേദനിപ്പിച്ച് വിട്ടുപോയത്. ഒരുപാട് റീസെൻറ്റ് പാസ്റ്റ് ആവാം, കുറച്ച് മുൻപേ നടന്ന കാര്യങ്ങളായിരിക്കാം. ആ വ്യക്തിയാണ്. ഓക്കെ, അവരിപ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുക എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ,
സോ ഇന്നിവിടെ ആ വ്യക്തിയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളോട് ശരിക്കും തുറന്ന് സംസാരിച്ച കാര്യങ്ങൾ ഇനി ഒന്ന് ക്ലിയർ ആക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് പാരഡൈസ് അഗെയിൻ ഫുൾ കാർഡിൻ്റെ ടോക്കിംഗ് ആൻഡ് അസെൻഡിങ്. വെരി ഗുഡ്. ഓക്കെ, കുറച്ച് പേര് അഗെയിൻ എൻഗേജ്മെൻറ്റ്. ഓക്കെ, സോ കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ ലൈക്ക് നിങ്ങളുമായിട്ട് കാണുന്നില്ല ഒന്നോ അതായത് ഓക്കെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു മാരേജ് ഓഫർ തന്നെയാണ് ഇവിടെ. ഓക്കെ, ഏസ് ഓഫ് പെനിക്കൽസും ഇതും ഒരേ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഓഫർ, മാരേജ് ഓഫർ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പോസിബിൾ ആയ ആൾക്കാർക്ക് നിങ്ങൾക്കൊരു മാരേജ് പ്രതീക്ഷിക്കാം, ഒരു പ്രപ്പോസൽ പ്രതീക്ഷിക്കാം പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ, അഗെയിൻ ഫുൾ കാർഡ് പോലെയാണ് പാരഡൈസ്. ന്യൂ ബിഗിനിങ്, എൻജോയിങ് ഈച്ച് അതർ. നിങ്ങൾ ശരിക്കും രണ്ടുപേരും കൂടെ പ്ലേഫുൾ, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പരസ്പരം സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി ഒരു സന്തോഷത്തോടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന പോലെ ഹണിമൂൺ കാണുന്നുണ്ട്. ഹണിമൂൺ ഫേസ്, എൻജോയിങ് ഈച്ച് അതർ. നിങ്ങൾ വീണ്ടും ഒരു അടുപ്പം വന്ന് ആ ഒരു ഹാപ്പി ഫീലിംഗ് അവർ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ ടോക്കിംഗ്, യെസ്, ഇൻട്രസ്റ്റഡ്, വെയിറ്റിംഗ് മെസ്സേജസ്, ടെക്സ്റ്റ്, കോൾ, ഇമെയിൽ ഞാൻ നേരത്തെ ആയിട്ട് ഫോൺ ചെയ്യാൻ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാര്യങ്ങൾ. നിങ്ങൾ തമ്മിൽ നല്ലോണം സംസാരിക്കണം, എല്ലാം തുറന്ന് പറയണം, അത്രയും ഷെയർ ചെയ്യണം കാര്യങ്ങൾ. ഓക്കെ, വീണ്ടും എല്ലാം ബെറ്റർ ആക്കണം എന്ന രീതിക്കാണ്. ആൻഡ് അസെൻഡിങ്, ലേണിംഗ് ആൻഡ് എക്സ്പാൻഡിങ്, പ്രിപ്പയറിംഗ് ഫോർ യൂണിയൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു. വിട്ടുപോയ വ്യക്തികളാണെങ്കിൽ തിരിച്ചു വരാണ്. തിരിച്ചു വരാൻ അവർ ആഗ്രഹമുണ്ട്. അവർ ചെയ്തു പോയ തെറ്റുകളുണ്ട്, മിസ്റ്റേക്സ് ഉണ്ട്, പക്ഷെ അവരത് തിരുത്തിയിട്ട് വീണ്ടും നിങ്ങൾ ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് അല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ഓക്കെ, ഇപ്പോൾ സപ്പോസ് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ലൈക്ക് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരതിനെ തിരുത്തി നിങ്ങളോട് മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും പഴയ പോലെ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ലൈക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് പൈൽകാർക്ക്. വളരെ ക്ലിയർ മെസ്സേജ് ആണ്, കൂടുതലില്ല. ഓക്കെ, സെക്കൻഡ് പൈലിലേക്ക് കിടക്കാം. സെക്കൻഡ് പൈൽ മാല ചൂസ് ചെയ്ത ആൾക്കാർക്ക് ആരാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? മാല കാണുന്നു വിചാരിക്കുന്നു. ഓക്കെ, ഭംഗിയില്ല, നല്ല ഭംഗിയുള്ള മാല. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ശരി, ഞാൻ നന്നായിട്ട് ഷഫിൾ ചെയ്ത ഫസ്റ്റ് പൈലിന് എടുത്തുകൊണ്ടാണ്. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ആരാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് അവരെന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? ലെറ്റ്സ് സീ, ആരാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരുടെ മെസ്സേജാണ്? വേൾഡ്, ഹാങ്മാൻ, 7 of Cups, again Ace of Pentacles. Oh, fine. Okay, കാർഡ് കാണിക്കാൻ പറ്റില്ല. Queen of Pentacles. Okay. ഇതൊരു മാരേജ് സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് കാണുന്നത് ഒരു ജോലി സ്ഥലത്തുള്ള കൊളീഗ്സ് ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, വർക്ക് പ്ലേസിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആവാം. പേഴ്സണിനെ കുറിച്ച് എനിക്ക് ചെറിയൊരു Okay, Knight of Cups, Page of Cups. Okay. ഇതൊരു റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആവാം. ഇതിലെല്ലാം ഓപ്ഷനും വന്നിട്ടുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആരെങ്കിലും. ഓക്കെ, അല്ലെങ്കിൽ ഇത് ദൂരെയാണ് ഈ വ്യക്തി. ഓക്കെ, ഈ പേഴ്സൺ ദൂരെയാണ്, ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. അതിപ്പോൾ കുറച്ച് പേർക്ക് ലിറ്ററലി, അതായത് പേഴ്സൺ വേറെ സ്ഥലത്ത് എന്ന രീതിക്കായിരിക്കാം.
ലൈക്ക് നിങ്ങൾ രണ്ടുപേരും 2 കൺട്രീസ്, ഇന്ത്യ എന്താ പറയുക US എന്ന് പറഞ്ഞ പോലെ, ഓക്കെ, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്നതായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ തൽക്കാലം ഒരു പോസ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിപ്പോൾ ആരായാലും ശരി, റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും ശരി, നിങ്ങൾ തമ്മിലൊരു പോസാണ് കാണുന്നത് എനിക്ക്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ബട്ട് പോസ് ആയിട്ടുണ്ട്. ഒന്നും നീങ്ങുന്നില്ല. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഒരു തീരുമാനം എടുക്കാനുള്ള ശ്രമം പോലെ. ഇവിടെ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, ഇത് മുന്നോട്ട് വേണോ വേണ്ടേ എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, ആ പേഴ്സൺ ചിലപ്പോൾ ജെനുവിൻ ആണോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അവർ ശരിക്കും ജെനുവിൻലി നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാണോ, സുഹൃത്താണോ, ഓക്കെ, നല്ലൊരു ബന്ധമാണോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയുണ്ട്. ഒരു ചെറിയ കൺഫ്യൂഷൻ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, 2 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ചോയ്സിൻ്റെ കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ നടക്കുന്ന പോലെ, ഈ സിറ്റുവേഷൻ നല്ലതാണോ എന്ന രീതിക്ക് എന്തോ ഒരു മനസ്സിലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. യെസ്, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ബട്ട് എവിടെയോ ഐ തിങ്ക് ഒരു അകൽച്ച വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും അവരെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്ത് കാണാം. ഓക്കെ, ഫൈനാൻഷ്യലി അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്ത് കാണാം. ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ ഒരു മനസ്സിലൊരു ഡൗട്ട്, ദാറ്റ് പേഴ്സൺ അവർ ഫൈനാൻഷ്യലി മാത്രമാണോ നിങ്ങളോടൊരു ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് എന്ന രീതിക്ക് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവാം. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷനാണ് കാണുന്നത്. ഓക്കെ, അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണോ എന്നുള്ള ഒരു സംശയം. ആ പേഴ്സൺ ആണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും. ഓക്കെ, യാ, ചീറ്റിങ്ങിൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ഐ തിങ്ക് യാ, ചീറ്റിങ്ങിൻ്റെ ഒരു എനർജി ഉണ്ട്. സോ പാസ്റ്റിൽ ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്തുനിന്ന് ഫൈനാൻഷ്യലി എന്തെങ്കിലും ബെനിഫിറ്റ് എന്തെങ്കിലും എടുത്ത് കാണാം. അതായിരിക്കും നിങ്ങൾക്കിപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്യാനൊരു മനസ്സിലൊരു ബുദ്ധിമുട്ട്. ഓക്കെ, നിങ്ങൾക്കതൊരു ഒരു ടെൻഷൻ ഉണ്ട്. ദാറ്റ് ഈ പേഴ്സൺ ആക്ച്വലി ആ പേഴ്സൺ നിങ്ങളെ ഓക്കെ, യെസ്, എപ്പോഴാണ് എനിക്ക് സിറ്റുവേഷൻ്റെ ഒരു ചെറിയൊരു ഇത് വന്ന് ആ പേഴ്സൺ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് മുമ്പ് അവർ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പ്രശ്നങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്ത് കാണാം. ഓക്കെ, പക്ഷേ അവരിപ്പോൾ തിരിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മേ ബി കുറച്ചായിട്ട് നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, കുറച്ചായിട്ട് നിങ്ങൾ കോൺടാക്ട് ഇല്ല. നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും മുൻപ്, പക്ഷേ പിന്നീട് നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച അങ്ങനെ വല്ലതും വന്ന് കാണാം. ബട്ട് ആ പേഴ്സൺ ഇപ്പോൾ വീണ്ടും തിരിച്ച് വരുന്നുണ്ട്. പക്ഷെ തിരിച്ച് വരുന്നത് ഓക്കെ, ഇവിടെ അവർ വരുന്നത് വളരെ സ്വീറ്റായിട്ട് സംസാരിച്ച്, ഓക്കെ, അങ്ങനെ ഒരു തരത്തിലാണ് വരുന്നത്. പക്ഷെ അത് ഇവിടെ ശരിയല്ല. ഓക്കെ, സോ യെസ്, ഇത് നിങ്ങൾക്കുള്ള ഓക്കെ, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വീണ്ടും അവരൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്തൊരു ഹെൽപ്പ് ചോദിച്ച് വരാം. എന്തെങ്കിലും അവരുടെ ഒരു കാര്യം ആവശ്യം പറഞ്ഞ് വരാം. ബട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസായിട്ട് ഇതെടുക്കാം. ബി കെയർഫുൾ. ഓക്കെ, അവരുടെ വാക്കിൽ നിങ്ങൾ വീഴരുത് എന്നാണ്. ഓക്കെ, അവർ വളരെ സ്വീറ്റായിട്ട് ഐ തിങ്ക് നിങ്ങളോടൊരു ഇത് കാണിച്ചു വരും. ഓക്കെ, വളരെ സംസാരിച്ച് വളരെ നമ്മൾ പറയില്ലേ വീഴ്ത്തും, വാക്കിൽ വീഴ്ത്താൻ അവർക്കറിയും. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. നിങ്ങളുടെ പണത്തിനെയൊക്കെ പ്രത്യേകിച്ച് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഫൈനാൻഷ്യലി ഐ തിങ്ക് നിങ്ങൾ മുമ്പ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇപ്പോൾ അവർ ഇപ്പോഴും അവർ വീണ്ടും നിങ്ങളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഹെൽപ്പാണ്. നിങ്ങളെ ഒരു സപ്പോർട്ടാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചാൽ നിങ്ങളത് ഹെൽപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബേർഡനായിട്ട് മാറും. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, ശരിയാണ്. ഓക്കെ, പക്ഷേ ഇതിൽ എനിക്കൊരു ചീറ്റിംഗ് എനർജിയാണ് കാണുന്നത്. അതായത് ടേക്കിംഗ് അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളിൽ നിന്ന് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരു വാണിംഗ് ആണ്. ഓക്കെ, അവർ കാണിക്കുമ്പോൾ വളരെയധികം സ്നേഹത്തോടെയൊക്കെ കാണിക്കും. ബട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. മറ്റുള്ളവർ വേറെ ആരുടെയും ചോദിച്ചിട്ടൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ വ്യക്തി അത്രയ്ക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും. ഓക്കെ, മേ ബി കുറച്ചായിട്ട് നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈവൻ കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അധികം അങ്ങനെ വലിയ സംസാരമൊന്നും ആയിരിക്കില്ല. ബട്ട് ഇപ്പോൾ അവർ തിരിച്ച് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവർ വളരെ സ്നേഹത്തോടെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെ ഇതാക്കാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളോട് പറയുന്ന അഡ്വൈസ് സൂക്ഷിക്കൂ എന്നാണ്. ഓക്കെ, ഇതൊരു നല്ലൊരു ബന്ധമല്ല. അതായിരിക്കും നിങ്ങളുടെ മനസ്സിലും ഈ കൺഫ്യൂഷൻ എനിക്ക് കണ്ടത് അതാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഇവർ ശരിക്കും ജെനുവിൻ ആണോ, അതോ വെറുതെ എൻ്റെ അടുത്ത് ഒരു ബെനിഫിറ്റിന് വേണ്ടി മാത്രം വരുവാണോ എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ ഹെൽപ്പിന് വേണ്ടി മാത്രമാണോ, സപ്പോർട്ടിന് വേണ്ടി മാത്രമാണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. എൻ്റെ അത് റൈറ്റ് ആണ്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. ബി കെയർഫുൾ. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്ന വ്യക്തി അത്രയ്ക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ബി കെയർഫുൾ.
ലെറ്റ്സ് സീ. അതെ, കട്ട് ഡൗൺ. യെസ്, ഗുഡ് 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 ഗുഡ്. ഓക്കെ, ഇവിടെ പറയുന്നത് സെഡക്ഷൻ പറയുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു, അവർ നിങ്ങളുടെ അടുത്ത് വന്ന് വളരെ സ്വീറ്റായിട്ടൊക്കെ സംസാരിച്ച് നിങ്ങളെ വലയിൽ വീഴ്ത്തും. ഓക്കെ, അതായത് നിങ്ങൾ അതിൻ്റെ ആ വാക്കിൽ നിങ്ങൾ വീഴും. അതങ്ങനെയാണ്. ഓക്കെ, അവർ വീണ്ടും നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് തരത്തിലാണെങ്കിൽ, നിങ്ങളൊരു ബന്ധമാണെങ്കിൽ തന്നെ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ നിങ്ങളെ ആ ഒരു ഫിസിക്കലി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിനുമായിരിക്കാം. ഓക്കെ, അങ്ങനെ മാത്രം വരുന്നൊരു വ്യക്തിയാണ്. അവർ നിങ്ങളെ സെഡക്ഷൻ, അട്രാക്ഷൻ കൊണ്ട് ഓക്കെ ചിലപ്പോൾ ഒരു അങ്ങനെ വന്നു പോകുന്ന വ്യക്തികളായിരിക്കും. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, അങ്ങനെ ചെയ്ത് ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞ് വീഴ്ത്താനുള്ള സാധ്യതയുമാണ്. സോ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ആൻഡ് ഇവിടെ ഇതിപ്പോൾ ലേഡീസിന് മാത്രമൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാവർക്കും. ഓക്കെ, കട്ടിങ് ഔട്ട് സെപ്പറേഷൻ, സ്റ്റോപ്പ് ദ പാറ്റേൺ, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. നിങ്ങളിതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഹാങ്മാൻ എന്ന് നേരത്തെ പറഞ്ഞു. മേ ബി ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു ആവശ്യം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഓക്കെ അവർ നിങ്ങളെ പിന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അഗെയിൻ പിന്നെ അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവർ തിരിച്ച് വരും. സോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ദ പാറ്റേൺ. നിങ്ങൾക്കുള്ള വാർണിംഗ് ആണ്. ഓക്കെ, ഇനി ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത്. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ബ്ലോയിങ് കിസ്, അൺകണ്ടീഷണൽ ഗിവിങ്, റിസീവിങ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഗിവിങ് പേഴ്സൺ ആണ്. നിങ്ങൾ ഒരുപാട് അൺകണ്ടീഷണൽ ലവിൽ ബിലീവ് ചെയ്യുന്ന പേഴ്സൺ ആണ്. സോ നിങ്ങൾ ഒരുപാട് തവണ അവരെ മാപ്പ് കൊടുക്കുന്നുണ്ടാവും. ബട്ട് ഇവിടെ വാർണിംഗ് ആണ് വരുന്നത്. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, ഈ സിറ്റുവേഷൻ അത്ര നല്ലതല്ല. നിങ്ങളോട് പറയുന്നത് കട്ട് ഔട്ട് ചെയ്യാനാണ്. ഓക്കെ, ഈ സിറ്റുവേഷൻ ഇങ്ങനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കൂ. ഓക്കെ, ഷോക്ക്, ശരിയല്ല കേട്ടോ. ഓക്കെ, സോ ബി കെയർഫുൾ. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു സഡൻ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഒരു ഷോക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ വരേണ്ട സമയമാണ്. നിങ്ങൾ അവരെ കട്ട് ഔട്ട് ചെയ്താൽ ചിലപ്പോൾ അവർക്കൊരു ഷോക്കായി പോകും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, വേറെ ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സാബോട്ടാജ്, റീബിൽഡ്, നോ ഐ ഡോണ്ട് വോണ്ട് ടു. ഇത് അവർ റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. അവർ ഈ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അത് അവർക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. സോ അതിൽ വീഴരുത് എന്നൊരു വാർണിംഗ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ബി വെരി കെയർഫുൾ. ഓക്കെ, ഈ പയൽക്കാർക്ക് ഒരു സൂക്ഷിക്കാനുള്ള വാർണിംഗ് ആണ് വരുന്നത്. ഓക്കെ, സോ സെക്കൻഡ് പയൽ. എനിവേ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.